അപ്പോൾ അന്വേഷണം കോൺഗ്രസ് ഐയുടെ നേതാക്കന്മാരായ അടൂർ പ്രകാശൻ ഉൾപ്പെടെയുള്ളവരുടെ നേരെ നീങ്ങുന്നു എന്ന് വരുമ്പോൾ തികച്ചും അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് SIT തന്നെ കുറ്റപ്പെടുത്തുന്ന നിലപാടിലേക്ക് എത്തുന്നു. ഇത് യഥാർത്ഥത്തിൽ സംഭവം അവരിലേക്ക് മെല്ലെ മെല്ലെ വരുന്നു എന്ന് കാണുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സ്വർണ്ണ കടത്ത് അല്ലെങ്കിൽ കൊള്ള ഫലപ്രദമായിട്ട് അന്വേഷിക്കുന്നതിൽ നിന്ന് അവരെ തടയാൻ ബോധപൂർവമുള്ളൊരിടപാട്. ആ ഇടപെടലിനെ കേരളം അംഗീകരിക്കില്ല. കേരളത്തിൽ നന്നായിട്ട് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ വളരെ ഫലപ്രദമായ രീതിയിൽ അന്വേഷണം നടത്തുന്നു. ഞങ്ങളതിന് പൂർണ്ണമായ പിന്തുണ നൽകുന്നു. ആ പിന്തുണ അന്നും ഇന്നും എല്ലാം ഒരേപോലെ തുടരുകയാണ്. ആരെയൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. ആരൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്, ആരൊക്കെ ജയിലിൽ വെച്ചിട്ടുണ്ട് നമ്മൾ നോക്കിയിട്ടില്ല. ആരായാലും ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. ആരായാലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. സ്വർണം നമുക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടണം. അവരാരായാലും അവരെ രക്ഷിക്കുന്ന നിലപാടിലേക്ക് ഞങ്ങൾ പോകില്ല. ഇതാണ് അന്ന് മുതലെടുത്ത നിലപാട്. അതേ നിലപാട് ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ അവസരവാദപരമായ നിലപാട് UDF തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. ഇതാണ് പ്രശ്നം. ഞങ്ങൾക്ക് അങ്ങനെ നിലപാടില്ല. ഞങ്ങൾ ആരുടെയെങ്കിലും നിലപാട് അന്വേഷിച്ച് നോക്കുന്ന നിലപാടല്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്. CPIയും ഞങ്ങളും തമ്മിലാണ് ഏറ്റവും നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന രീതിയിലുള്ള ഐക്യം. ആ ഐക്യം തുടർന്ന് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.